ഹലോ, നമസ്കാരം. മല്ലു മോണസ്ട്രിയുടെ ആദ്യ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു തുടക്കം എന്ന നിലക്ക് ഞാൻ പറയാൻ പോകുന്ന സബ്ജക്റ്റ് ഏവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ്. നമ്മളൊരു ദിവസം തുടങ്ങുന്നത് എങ്ങനെയാണോ അതിനെ ആശ്രയിച്ചാണ് ആ ദിവസത്തിന്റെ അവസാനം വരെയുള്ള കാര്യങ്ങൾ നടക്കുന്നതെന്നാണ് പറയുക. നിങ്ങളുടെ ഒരു ദിവസം തുടങ്ങുന്നത് വളരെ പോസിറ്റീവായിട്ടാണെങ്കിൽ ആ ദിവസം മുഴുവനും നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ടുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ട് ആണെങ്കിൽ ആ ദിവസം അത് മുഴുവനായിട്ടും നിങ്ങൾക്ക് ആ ദിവസം പോയി കിട്ടും. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾ എന്ത് ചിന്തിച്ചുകൊണ്ടാണ് എണീക്കുന്നുണ്ടാവുക? ഉദാഹരണത്തിന് ഒരു തിങ്കളാഴ്ചയാണ് നിങ്ങൾ രാവിലെ ഉറങ്ങി എണീക്കുന്നതെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക അന്നത്തെ ദിവസത്തെ ജോലി, അതിന്റെ പ്രശ്നങ്ങളെ പറ്റിയാണ്. നിങ്ങൾക്ക് അന്ന് മീറ്റ് ചെയ്യാനുള്ള ഒരു കസ്റ്റമർ, അല്ലെങ്കിൽ നിങ്ങളുടെ ബോസിനോട് എങ്ങനെ സംസാരിക്കും, അല്ലെങ്കിൽ സ്കൂളിൽ പഠിപ്പിക്കാൻ പോവാണെങ്കിൽ ഇന്ന് ഇന്ന സബ്ജക്റ്റ് ആണല്ലോ, പഠിക്കുകയാണെങ്കിൽ ഇന്ന കാര്യമാണല്ലോ എന്ന് പറഞ്ഞ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരുവിധ ആൾക്കാരും രാവിലെ ഉറങ്ങി എണീക്കുന്ന ആ ഒരു സെയിം മൊമെന്റിൽ ചിന്തിച്ചുകൊണ്ട് ദിവസം ആരംഭിക്കുന്നത്. ശരിക്കും പറയാന്ന് വെച്ചാൽ അവിടെ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ സ്റ്റാർട്ടായി. കാരണം ലൈക്ക് അട്രാക്ട്സ് ലൈക്സ് എന്നാണ് പറയുക. നിങ്ങൾ എന്താണോ അട്രാക്ട് ചെയ്യുന്നത് അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെയാണ് നിങ്ങൾ ഉറങ്ങി എണീക്കുന്നതെങ്കിൽ ആ രീതി ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ കാമായിട്ടുള്ള ഒരു യാത്ര നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. ഞാൻ അതിലേക്ക് വളച്ചുകെട്ടില്ലാതെ വരാം. നിങ്ങൾ ദിവസം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ രാവിലെ ഉറക്ക് തെളിയുന്ന ഉടനെ നിങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണു തുറക്കുക. അത് ഇമിറ്റേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് പുഞ്ചിരി താനെ വരുമെന്നില്ല ചിലപ്പോൾ, പക്ഷെ അത് ഇമിറ്റേറ്റ് ചെയ്യാം. അത് ഫേക്ക് ഇറ്റ് അൺടിൽ യു മേക്ക് ഇറ്റ് എന്ന് പറയും. ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു ചൊല്ലുണ്ട്, ഫേക്ക് ഇറ്റ് അൺടിൽ യു മേക്ക് ഇറ്റ്. അപ്പൊ അത് ഫേക്ക് ചെയ്യുക, ചിരിക്കുക. അങ്ങനെ ചിരിച്ചുകൊണ്ട് നിങ്ങൾ ആ ദിവസത്തെ വരവേൽക്കുന്നു. നിങ്ങൾ ബോഡി സ്ട്രെച്ച് ചെയ്തുകൊണ്ട് ബെഡിൽ നിന്ന് എണീക്കുന്നു. നിങ്ങൾ കാലെടുത്ത് താഴെ വെക്കുന്ന സമയത്ത് ആദ്യത്തെ പാദം എടുത്ത് വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് താങ്ക് എന്ന് പറയാം. രണ്ടാമത്തെ പാദം എടുത്ത് വെക്കുമ്പോൾ യു, താങ്ക് യു. രണ്ടും കൂടെ താഴെ നമ്മൾ ഭൂമിയെ സ്പർശിക്കുമ്പോൾ താങ്ക് യു എന്ന് പറയുന്നു. ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ശക്തിയെ, അത് യൂണിവേഴ്സ് ആവാം, ഏതെങ്കിലും ദൈവമാവാം, എന്തും ആവാം, ആ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ആ ഒരു ശക്തിയോടാണ് നിങ്ങളത് പറയുന്നതെന്ന് സ്മരിക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു കാര്യം, നിങ്ങൾ ഈ പ്രപഞ്ച ശക്തിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ചെറിയ കാര്യം പറയുക. താങ്ക് യു യൂണിവേഴ്സ് ഫോർ ദ ഗ്രേറ്റ് ന്യൂസ് കമ്മിങ് ടു മീ ടുഡേ. യൂണിവേഴ്സ് എന്നുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. അങ്ങനെ നമ്മൾ താങ്ക് ചെയ്യാണ്. അതായത് വരാത്ത, സംഭവിക്കാത്ത ഒരു കാര്യമാണ്, പക്ഷേ നമ്മളുടെ ജീവിതത്തിൽ അന്നത്തെ ദിവസം ഒരു ഗ്രേറ്റ് ന്യൂസ് വരും എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് നമ്മൾ അഡ്വാൻസ് ആയിട്ട് താങ്ക് ചെയ്യാണ്, നന്ദി പറയാണ്. അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബ്രേഷനാണ് നിങ്ങൾ പുറപ്പെടുവിക്കുന്നത്. അപ്പൊ ആ ഒരു ശക്തിയുമായിട്ട് അത് കണക്ട് ചെയ്യും സിംപ്ലി. അപ്പൊ അങ്ങനെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് രാവിലെ എണീറ്റ് ഉടനെ ഫോൺ എടുക്കുക, ഓരോ സോഷ്യൽ മീഡിയയിലും വന്നിട്ടുള്ള മെസ്സേജുകൾ, ന്യൂസുകൾ നോക്കുക, അല്ലെങ്കിൽ വാർത്തകൾ കാണുക. ഇനി അതും അല്ലെങ്കിൽ നേരെ പോയിട്ട് പത്രം എടുത്ത് വെച്ച് വായിക്കുക, ടി വി തുറന്നിട്ട് ഇന്നത്തെ വാർത്ത എന്താണെന്ന് നോക്കുക. ദയവ് ചെയ്ത് ഈ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ചെയ്യുന്ന ആൾക്കാർക്ക് ചെയ്യാം, പക്ഷേ നിങ്ങൾക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ദിവസമാണ് വേണ്ടതെങ്കിൽ ഈ കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് ആദ്യത്തെ ഒരു മണിക്കൂറെങ്കിലും ചെയ്യാതിരിക്കുക. ആ ഒരു മണിക്കൂറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയുമായിട്ട് ഇന്ററാക്ട് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സസൈസുകൾ ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ആ ഒരു മണിക്കൂർ നിങ്ങൾ നിങ്ങളുടെ തലച്ചോറിന് വളരെ നല്ല ഫുഡ് കൊടുക്കാൻ ശ്രമിക്കുക. നമുക്കറിയാം, രാവിലെ നമ്മൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ശരിയായില്ലെങ്കിൽ അന്നത്തെ ദിവസം മൊത്തം പോകും, നമ്മളുടെ ശരീരത്തിന് പ്രശ്നമാവും. ഇതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ബ്രെയിൻ എന്ന് പറയുന്ന സാധനം, നമ്മളുടെ മനസ്സ് എന്ന് പറയുന്ന സാധനം. അതിന് വളരെ നല്ല ഫുഡല്ല, അല്ലെങ്കിൽ ഇൻപുട്ട് അല്ല നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ പിന്നെ എന്ത് കാര്യം ചെയ്ത കാര്യമില്ല. അതുകൊണ്ട് തന്നെ ദിവസത്തിന്റെ ആദ്യ മണിക്കൂർ നിങ്ങൾ സോഷ്യൽ മീഡിയകളിൽ നിന്നും മറ്റുള്ള കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക. അതിനുശേഷം മാത്രം അതൊക്കെ യൂസ് ചെയ്യുക. ഇങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങൾ അടുത്ത ഒരു 21 ദിവസം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ഹാബിറ്റ് ആകുന്നത് വരെ നിങ്ങൾ അത് മനഃപൂർവ്വം ചെയ്യുക.
21 ദിവസം എന്ന് പറയുന്നത് നിങ്ങൾ ഒരുവിധം ആൾക്കാരൊക്കെ കേട്ടിട്ടുണ്ടാവും. 21 ഡേയ്സ് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്കൊരു കാര്യം നിങ്ങളുടെ ഹാബിറ്റായി മാറുമെന്ന് പല ലീഡേഴ്സും പറഞ്ഞിട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിന്റെ ഒരു സയൻസ് എന്താണെന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഹാബിറ്റ് ആവുന്നത് വരെ നിങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കുക. കണ്ടിന്യൂ ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാകും. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് അങ്ങനെ ഒരു റിസൾട്ട് അനുഭവിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എൻ്റെ വ്യക്തി ജീവിതത്തിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു തരുന്നത്. സോ ഇത് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നത് വരെ നന്ദി, നമസ്കാരം.